കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ ട്വിസ്റ്റ്. ടി.എൻ. പ്രതാപനെ മാറ്റി കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകും. കെ.സി. മത്സരിക്കുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യത. മറ്റ് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, വടകരയിൽ കെ മുരളീധരനും ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലും കോൺഗ്രസ് പട്ടികയിൽ വൻ ട്വിസ്റ്റ് എന്ന് തന്നെ പറയാമല്ലേ? വമ്പൻ സർപ്രൈസുകളുമായാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗത്തിന് ശേഷം കേരളത്തിലെ നേതാക്കൾ പ്രത്യേകം യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് തൃശൂരിൽ കെ മുരളീധരനെ രംഗത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കെ കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകമാണ്. അവിടെ വെച്ച് തന്നെ ബി.ജെ.പിയെ നേരിടാൻ, പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ കെ കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകത്തിൽ വെച്ച് തന്നെ ബി.ജെ.പിയെ നേരിടാനാണ് ഇപ്പോൾ മുരളീധരനെ ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തും. നമുക്കറിയാം, കഴിഞ്ഞ 2019 വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ടാണ് കെ മുരളീധരൻ രംഗത്ത് വന്നത്. സമാനമായ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ തൃശൂരിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വടകരയിൽ ഷാഫി പറമ്പിലാണ് സാധ്യത ഇപ്പോൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെ സാഹചര്യം വലിയ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് തന്നെയാണ്. കാരണം ഷാഫി പറമ്പിൽ നേരത്തെ ഒന്നും തന്നെ അങ്ങനെ പരിഗണിച്ചൊരു കാൻഡിഡേറ്റ് ആയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ ഷാഫി പറമ്പിലിനെ പരിഗണിക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു സാഹചര്യം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ഹൈക്കമാൻഡ് കൂടി അനുവാദം വേണം. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്നാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പരിഗണനയുള്ള മറ്റൊരു പേര്. ഇതെല്ലാം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ തന്നെ കേരളത്തിലെ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ചേരുന്ന അനൌദ്യോഗിക ചർച്ചകൾക്ക് ശേഷമാകും ഒരു കൂടിയാലോചന ശേഷമാകും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. രാവിലെ കേരളത്തിലെ നേതാക്കൾ അനൌദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം രാവിലെ തന്നെ ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏതായാലും ലഭ്യമാകുന്നത്. നിതിൻ, ഈ കെ മുരളീധരൻ തൃശ്ശൂരിലെത്തുന്നതോടെ ഒരു പരസ്യപ്പോര് എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ മാറും. കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ആകെ നഷ്ടമായ ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ കെ.സിയെ ആലപ്പുഴയിൽ ഇറക്കുന്നത്? നേരത്തെ ചില സാമൂഹിക സമവാക്യങ്ങളൊക്കെ തന്നെ പ്രശ്നമായിരുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നല്ലോ. ഗോപിക, ബി.ജെ.പി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. ആ മണ്ഡലത്തിൽ തന്നെയാണ് കെ കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകത്തിലേക്ക് കെ മുരളീധരൻ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കപ്പെടുന്ന കെ മുരളീധരനെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ, പ്രതാപനിൽ നിന്ന് മണ്ഡലം നിലനിർത്താൻ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ച് കെ മുരളീധരനെ ഈ തൃശൂരിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. നേരത്തെ ഗോപിക സൂചിപ്പിച്ച പോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും സാമുദായിക സമവാക്യവും അതോടൊപ്പം തന്നെ മറ്റു ചില സമവാക്യങ്ങളിലും തട്ടി ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അനന്തമായി നീളുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് പോലും തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം കേരളത്തിലെ നേതാക്കൾ ഈ ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ തുടർന്നത്. എന്തായാലും കെ.സി. വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. നേതൃത്വം അംഗീകരിക്കുകയാണെങ്കിൽ അത് മത്സരിക്കുമെന്നാണ് അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ ചില സംഘടനാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. എന്തായാലും ഇന്നലെ ഇപ്പോൾ ഹൈക്കമാൻഡ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ നൽകിയ പട്ടികയിൽ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിന്റെ പേര് തന്നെയാണ് ആദ്യ പരിഗണനയിൽ ഉള്ളത്. ഇനി അഥവാ കെ.സി. വേണുഗോപാലിനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാകും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവുക. നേരത്തെ നമുക്കറിയാം, 2019 ലോക്സഭാ സീറ്റും UDF ജയിച്ചപ്പോൾ അതിൽ ആലപ്പുഴ മാത്രമാണ് ഇടതുപക്ഷത്തിന് ആശ്വാസമായത്. പക്ഷെ ഇത്തവണ ആലപ്പുഴ മണ്ഡലം ഇക്കുറി UDFിലേക്ക് തിരിച്ചുപിടിക്കാനാണ്, കെ.സി. വേണുഗോപാലിലൂടെ തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ മത്സരത്തിറക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു അന്തിമ തീരുമാനം അത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിനുശേഷം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഒരു അനൌദ്യോഗിക ചർച്ചകൾ നടത്തും. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും വമ്പൻ ട്വിസ്റ്റുകളുമായാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാൻ ഇരിക്കുന്നത്. കെ മുരളീധരൻ
TN പ്രതാപനെ മാറ്റി കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ തൃശൂരിൽ വലിയ തരത്തിലുള്ള മത്സരമാകും ഉണ്ടാവുക. ഒപ്പം തന്നെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ വരുന്നതോടുകൂടി കഴിഞ്ഞ തവണ നഷ്ടമായ ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കുകയാണ് UDFന്റെ ലക്ഷ്യം.